ഇതൊരു എസെൻഷ്യൽ ഈവിളായിട്ടാണ് ഡേറ്റാ സെന്ററുകൾ വരാൻ പോകുന്നത്. ഇതിനെ തണുപ്പിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനത്തെ കമ്പ്യൂട്ടർ ഫാമുകളെ അല്ലെങ്കിൽ സെർവർ ഫാമുകളെ കൂൾ ചെയ്ത് നോർമൽ ടെമ്പറേച്ചറിൽ നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമ്പർ ക്രഞ്ചിങ് നടത്തുന്നതിനനുസരിച്ച് ചൂടായിക്കൊണ്ടിരിക്കും. ആ ഇ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്നതും ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു സംഗതിയാണ്. പലപ്പോഴും ഇ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെഗുലേഷൻസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇങ്ങനത്തെ ടിപ്പിക്കൽ ഒരു ഡേറ്റാ സെന്ററിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഭയങ്കര കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. എവിടെയൊക്കെ വേണം എന്നുള്ളത് ഗവൺമെന്റിന് ഒരു പോളിസിയാണ് വരുന്നത്. ഈ ലോകം മുഴുവൻ റെവല്യൂഷൻ നടക്കുമ്പോൾ ഈ റെവല്യൂഷന് ഭാഗമായുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒരു വശത്ത് ഉയരുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലടക്കം വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കുകയാണ്, പ്രത്യേകിച്ച് ഈ ഡേറ്റാ സെന്ററുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെ ഇത് ഉത്തരം പറയണമെങ്കിൽ ആദ്യം ഈ ഡേറ്റാ സെൻറ്റർ ഡേറ്റാ സെൻറ്റർ എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഒരാൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാം ക്ലൗഡിൽ നിന്നാണ് ചെയ്യുന്നത്. നമുക്ക് ബ്രൗസർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബാക്കിയെല്ലാം നമ്മൾ ഇപ്പോൾ ഗൂഗിൾ ഡോക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസ് 365 എല്ലാം ക്ലൗഡിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളെ ഇത് അബ്സ്ട്രാക്റ്റ് ചെയ്ത് വലിയ ഒരു കമ്പ്യൂട്ടർ ഫാം ആക്കിയിട്ടാണ് ഈ ഡേറ്റാ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത്, ക്ലൗഡ് ഡേറ്റാ സെൻറ്ററുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് കൊടുത്താലും ഇതാ ഡേറ്റാ സെൻറ്ററിൽ പോയിട്ട് അവിടെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഉത്തരം മാത്രമേ. അപ്പം ജസ്റ്റ് ഒരു ഡിസ്പ്ലേ മാത്രമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലുണ്ടായിരുന്ന ആ കമ്പ്യൂട്ടിംഗ് പവർ അത് ക്ലൗഡിലേക്ക് മാറുകയാണ് കുറച്ചു കാലം മുമ്പ് ചെയ്തിരുന്ന ഒരു കാര്യം. ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അപ്പോൾ അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. നമുക്ക് എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഡേറ്റ കിട്ടും, എവിടെ ചെന്നാലും നിങ്ങൾക്ക്. പക്ഷേ ദാറ്റ് ഈസ് എ സർവീസ് ബേസ്ഡ് തിങ്. അപ്പോൾ ഈ ക്ലൗഡ് ഡേറ്റാ സെൻറ്ററുകൾ എൻ്റെ ഡേറ്റാ സെൻറ്ററുകളാണ് ഇപ്പോൾ നിലവിൽ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. പിന്നെ അതുപോലെ ആമസോണിൻ്റെയും അതുപോലെ ഗൂഗിളിൻ്റെയൊക്കെ ഡേറ്റാ സെൻറ്ററുകൾ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഈ സെനാരിയോയിലേക്കാണ് ടെക്നോളജീസ് വരുന്നത്. അപ്പോൾ ടെക്നോളജീസ് ഉപയോഗിക്കുന്നത് വലിയ തോതിൽ നമ്പർ ക്രഞ്ചിങ് മെഷീൻസ് വേണം. സാധാരണ ഡെസ്ക്ടോപ്പുകളല്ല, പകരം GPUകൾ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ തോതിലുള്ള നമ്പർ ക്രഞ്ചിങ് മെഷീൻസാണ് ഈ ഡേറ്റാ സെൻറ്ററുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നാച്ചുറലായിട്ട് ഈ സാധനങ്ങൾ ഹീറ്റപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈവൻ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിൽ തന്നെ ഫാൻ വെച്ചിട്ട് അതിനെ തണുപ്പിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതുപോലെ ഇതിനെ കൂൾ ചെയ്യുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ കൂൾ ചെയ്യുക, അപ്പോൾ വലിയ ഡേറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കുകയും അതിന് വേണ്ട കൺസ്ട്രക്ഷൻ ഫേസിലേക്കാണ് ഇപ്പം ഈ പല കമ്പനികളും കടന്നത്. നേരത്തെ നമ്മുടെ ആന്ധ്രാപ്രദേശിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്, US-ലും ഇതുപോലെ വലിയ സാധനങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തെ വിഷയങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ഇത് ഒരു വലിയ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയാണ് ആദ്യം നടക്കുന്നത്. അതെ. അപ്പോൾ അത് വൈശാഖിലൊക്കെ ആണെങ്കിൽ അതിവിശാലമായ ഏരിയയിൽ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അത് നാച്ചുറലി എനി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വീട്ടിൽ ഇൻവോൾവ് ക്വാറിയിങ് അതുപോലെ എല്ലാ സാധനങ്ങളും ഇൻവോൾവ് ആവും, മണൽ. അത് ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് വലിയ തോതിൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും, വലിയ തോതിൽ പരിസ്ഥിതിനെ ആ രീതിയിൽ അഫക്റ്റ് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് മേ ബി ഒരു 2-3 years പ്രോബ്ലി ഇറ്റ് വിൽ ടേക്ക് ഈ കൺസ്ട്രക്ഷൻ നടത്താനാണ്. വൺസ് കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പ്യൂട്ടറുകൾ വരിക അല്ലെങ്കിൽ വലിയ ഫാമുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ അതിലുള്ള പ്രോബ്ലം ഇതിനെ തണുപ്പിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഈ കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പ്യൂട്ടർ ഫാമുകളെ അല്ലെങ്കിൽ സെർവർ ഫാമുകളെ കൂൾ ചെയ്ത് നോർമൽ ടെമ്പറേച്ചറിൽ നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമ്പർ ക്രഞ്ചിങ് നടത്തുന്നതിനനുസരിച്ച് ചൂടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി വെച്ചാൽ വാട്ടർ കൂളിംഗ് ആണ്. എന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിച്ചിട്ട് അത് നമ്മൾ ലിക്വിഡ് കൂളൻ്റുള്ള ചില ഗെയിമിംഗ് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു 100 കണക്കിന് ഇരട്ടിയുള്ള കൂളൻ്റ് സിസ്റ്റം ഇതിന് ചുറ്റുമുണ്ട് ഈ സെർവർ ഫാമിലി. അപ്പോൾ അതിന് പ്രൈമറി റിക്വയർമെൻറ്റ് വെള്ളമാണ്. പ്രൈമറി റിക്വയർമെൻറ്റ് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ വെള്ളം മഴക്കാലത്ത് മാത്രമുള്ള ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുക. അത് വേനലാകുമ്പോഴത്തേക്കും വെള്ളമില്ല, മഴക്കാലത്ത് അബണ്ടൻസ് ഉണ്ട്. അപ്പോൾ അത് US-ലുള്ള പല സ്റ്റേറ്റിലും ഇവരിത് റിയലൈസ് ചെയ്ത് ഈ വെള്ളം പലപ്പോഴും ഫാമിങ് പോലെയുള്ള മറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ട വെള്ളം ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തേക്കാം. അതാണ് US-ലേക്കുള്ള കൺസേൺ. ഇപ്പോൾ ഇന്ത്യയിലെ ഈ കൺസേൺസ് ഒക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്, ഇതിന് വലിയ തോതിൽ ഇലക്ട്രിസിറ്റി ഭയങ്കര ഹൈലി ഈ പവർ കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്.
അപ്പോൾ അതിൻ്റെ പ്രോബ്ലം യു എസിലൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി കമ്പനികൾ ഇലക്ട്രിക് യൂട്ടിലിറ്റി കമ്പനികളുടെ ഇവർക്ക് പവർ കൊടുക്കും, ബട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ബാക്കിയുള്ള മനുഷ്യരിലേക്ക് പാസ് ചെയ്യൂ അത്രേ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പവർ, എനി റിക്വയർമെൻറ്റ് ഓഫ് പവർ വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് നമ്മുടെ എൻവയൺമെൻറ്റ്, ഡെഫിനറ്റ് അഫക്റ്റ്. കോള്, അതുപോലെ മറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് ഇങ്ങനെ സാധനങ്ങളിലേക്കൊക്കെ ആ എനർജി ജനറേഷൻ വേണ്ടേ. അപ്പോൾ അത് ഒരു മെയിൻ ഇഷ്യൂ ആണ് ഇതിനകത്ത്. ഇതിൽ ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം വെള്ളം ഒരു പ്ലാന്റിന് വേണ്ടി വരും കണക്കൂട്ടാൻ പറ്റും? ഒരു ടിപ്പിക്കൽ ഡേറ്റാ സെൻറ്ററിന് എന്തുമാത്രം പവർ വേണമെന്നും എന്തുമാത്രം ഇത് വേണമെന്നുള്ളത്, ഒന്നാമത് ഇതിൻ്റെ കപ്പാസിറ്റി എന്നുള്ളൊരു ഒരിതുണ്ട്. നമുക്കൊരു എന്തുമാത്രം വലിയ സെർവർ ഫാമാണ് ഈ ഡാറ്റാ സെൻറ്ററിൻ്റെ കപ്പാസിറ്റി എന്തുമാത്രം കോറുകളുടെ എന്തുമാത്രം ഏരിയയിൽ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. അതിനനുസരിച്ചായിരിക്കും ഇതുള്ളത്. പിന്നെ ഇതിൽ ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ പൊല്യൂഷനേക്കാൾ ഉപരി വാട്ടർ ഡിഗ്രഡേഷൻ, പവർ യൂട്ടിലിറ്റിൻ്റെ പുറത്തുള്ള ഒരു സ്ട്രെസ്സ്, ഇത് രണ്ടുമാണ്. അപ്പോൾ പവർ ഇൻഡയറക്ട്ലി വിൽ അഫക്റ്റ് പൊല്യൂഷൻ ലെവൽസ്. എസ്പെഷ്യലി ഇന്ത്യയിൽ കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട്, നമ്മുടെ ഇവിടെയാണ് കോൾ ബേസ്ഡ് ആണ്. വെസ്റ്റിലും പല സ്ഥലത്തും തെർമൽ സാധനങ്ങളുണ്ട്. പിന്നെ ന്യൂക്ലിയർ പവർ, ചെറിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ ടെക്നോളജി ഇപ്പം പല US കമ്പനികളിലും ഉണ്ട്. അപ്പോൾ അത് പല സ്ഥലത്തും അത് ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേജിൽ എത്തിയിട്ടില്ല. അതെ, ഡിപ്ലോയ് ചെയ്യുന്നതിനുള്ള സെക്യൂരിറ്റി പ്രിക്കോഷൻസ് ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് സം ഓഫ് ദീസ് കമ്പനീസ് ആർ ഗോയിങ് ടു കം ഇൻ ടു ഡിപ്ലോയ് ദിസ് മൈക്രോ ന്യൂക്ലിയർ സ്റ്റേഷൻസ്. ഇത് കൂടാതെ ഇന്ത്യയിൽ ഈ സോളറാണ് വേറൊരു വലിയ പവർ സോഴ്സ് ഇൻ ഫ്യൂച്ചർ. ദിസ് ഈസ് ഗെറ്റിംഗ് റിസർച്ച് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഡേ ബൈ ഡേ വി ആർ ഇൻക്രീസിങ് എഫിഷ്യൻസി. പക്ഷേ സോളാർ പവറിനുള്ള ഒരു പ്രശ്നം വെച്ചാൽ യു നീഡ് 24 hours കിട്ടില്ല, 12 hours കിട്ടുള്ളൂ സോളാർ. അപ്പോൾ അതിന് ഒന്ന് സൺലൈറ്റ് നല്ലോണം കിട്ടുന്ന ഇക്വേറ്ററിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളാണ് സ്യൂട്ടബിൾ. 24 hours, ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് 24 hours പ്രൊഡക്ഷൻ കിട്ടും. എനിക്ക് തോന്നുന്നത് അതിനപ്പുറം തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഇക്വേറ്ററിന് അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിന്. പക്ഷേ പലതും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വെയിലിൻ്റെ അളവ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സോളാർ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ബാറ്ററി. അപ്പോൾ അത് ഈ ബാറ്ററി സ്റ്റോറേജ് വേണം. നിങ്ങൾക്ക് പകൽ മാത്രമല്ലേ കിട്ടൂ. അപ്പോൾ യു നീഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ബാറ്ററി സ്റ്റോറേജ് വിച്ച് ഓൾസോ ഈസ് അഫക്റ്റിംഗ് അവർ എൻവയൺമെൻറ്റ്. ബാറ്ററി ടെക്നോളജി ഹാസ് ഇഷ്യൂസ്. ഇപ്പം ഗൂഗിളിൻ്റെ വലിയൊരു ഡാറ്റാ സെൻറ്റർ വരുന്ന ആന്ധ്രാപ്രദേശിലെ വൈശാഖ്. അപ്പോൾ അവിടെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിന് ചുറ്റും റിയൽ എസ്റ്റേറ്റ് ബൂം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ അത് എത്രമാത്രം ഒരു ഇത് ചെയ്യുമോ എന്നല്ലേ. ഇങ്ങനത്തെ ടിപ്പിക്കൽ ഒരു ഡേറ്റാ സെൻറ്ററിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഭയങ്കര കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം വെച്ചാൽ ഇത് മുഴുവൻ ഓട്ടോമേറ്റഡാണ്. ഓക്കെ. പക്ഷേ അതിനുള്ള ഒരു ഇൻഡയറക്റ്റ് ആന്ധ്ര ഗവൺമെൻറ്റൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റാ സെൻറ്ററിന് അടുത്ത് IT ഇൻഡസ്ട്രി വരുമെന്നും മറ്റ് ഇൻഡസ്ട്രികൾ വരാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് അവർ ഈ സാധനം ഈ ബൂം ഉണ്ടാവുന്നത്. പക്ഷേ അതിന് സാധ്യതയുണ്ടോ? അതിന് സാധ്യത ഭയങ്കര. ഇതിൻ്റെ നോയ്സ് പലപ്പോഴും നമ്മൾ നോയ്സ് ഇപ്പോൾ ഈ പൊല്യൂഷൻ്റെ കാര്യത്തിൽ ഞാൻ മറന്ന ഒരു കാര്യമാണ്. ഇത് ഭീകരമായ നോയ്സ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ കൂളിംഗ് സിസ്റ്റം ഭയങ്കരമായിട്ട് വെള്ളം ഉപയോഗിക്കുന്ന പോലെ തന്നെ അത് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അത് പക്ഷേ എന്തുമാത്രം ഇപ്പോൾ ഒരു കിലോമീറ്ററൊക്കെ ചുറ്റളവിലുള്ള നോയ്സ് നമ്മൾ കേൾക്കില്ലല്ലോ. അപ്പോൾ അതിനപ്പുറത്ത് അതിനൊരു പരിധിയുണ്ട്. നോയ്സിൻ്റെ ട്രാവലിംഗ് എന്ന് പറയുന്നത് വൈബ്രേഷൻസ് ആയിട്ടാണ്, എയർകോളം വൈബ്രേഷൻസ് ആയിട്ടാണ്. അപ്പോൾ അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഈ നോയ്സ് കാരണം ഇൻഡസ്ട്രി വരാനിരിക്കണമെന്നില്ല. പക്ഷേ ഇൻഡസ്ട്രി ഇനിയുള്ള മോഡേൺ ഇൻഡസ്ട്രീസ് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ മറ്റേ വലിയ തോതിൽ ബിൽഡിങ് കെട്ടിയിട്ട് വലിയ തോതിൽ എംപ്ലോയി സെൻട്രിക് ആയിട്ടുള്ള ടൈപ്പ് ഇൻഡസ്ട്രി ആണോ വരാൻ പോകുന്നതിലൊരു സംശയമുണ്ട്. പലപ്പോഴും എൻട്രി ലെവൽ ജോലികൾ എല്ലാം പോകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ പ്രധാനപ്പെട്ട കമ്പനികളില്ലേ, ഇപ്പോൾ ഔട്ട്സോഴ്സിങ് കമ്പനികളുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് ഈ ചീപ്പ് മാൻ പവർ ഉപയോഗിച്ചിട്ട് മറ്റേ സാധനങ്ങൾ ചെയ്യും. അപ്പോൾ ചീപ്പ് മാൻ പവർ ഉപയോഗിച്ച് ചെയ്യുന്ന തരം ഇൻഡസ്ട്രി ഒക്കെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് AI ഏജൻറ്റുകളൊക്കെ വരുമ്പോഴത്തേക്കും പല ജോലികൾ, എസ്പെഷ്യലി ഈ ലോവർ ഇതിലെ എൻഡിലുള്ള എംപ്ലോയീസ് ചെയ്യുന്ന പല ജോലിയും
നമുക്ക് AI കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ മാനേജീരിയൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലെവൽ മാനേജീരിയൽ ലെവലിലുള്ള എംപ്ലോയ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇപ്പം തന്നെ പല കമ്പനികളും വർക്ക് ഫ്രം ഹോം മോഡലിലേക്ക് മാറിയില്ലേ. ഈവൻ വലിയ ബിഗ് കമ്പനികൾ TCSO ഇൻഫോസിസോ പോലെയൊക്കെയുള്ള കമ്പനികൾ പോലും പകുതിയിലധികം എംപ്ലോയീസിനെ ഒരു വീട്ടിൽ തന്നെ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഇതില്ലേ വരുന്നത്. അപ്പോൾ ഇനി ഡേറ്റാ സെന്ററുകൾ ഇല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാനാകില്ല. ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിലടക്കം വലിയ പ്രക്ഷോഭങ്ങൾ നേരിടുന്നു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഈ ഇത്തരം ഡേറ്റാ സെന്ററുകൾ വരുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പം മഹാരാഷ്ട്രയിലെ താനെ, വൈശാഖ് ഇത് സെലക്ട് ചെയ്തതിൻ്റെ കാരണം എന്താ? ഒന്ന് ഈ ചീപ്പ് അവൈലബിലിറ്റി ഓഫ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് ആയിരിക്കും ഒന്ന് ഫസ്റ്റ് തിങ്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞാൽ സൂര്യപ്രകാശം ഒരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. കാരണം യു നീഡ് സോളാർ ഫാംസ്. പിന്നെ പവർ സംഗതികൾ മഹാരാഷ്ട്രയിലൊക്കെ നമുക്ക് അത്യാവശ്യം പവർ പ്രൊഡക്ഷൻ ഉള്ള സ്ഥലമാണ്. പവറിൻ്റെ പ്രോക്സിമിറ്റി ആണെന്ന്. പിന്നെ ഫൈനലി ഈ റെഗുലേഷൻസ് ലൂസാണ് എന്നുള്ളതാണ് ഒരു കാര്യം. ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ മഹാരാഷ്ട്ര ആണെങ്കിലോ തെലുങ്കാന ആണെങ്കിലോ റെഗുലേഷൻസ് ഈ IT കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഫ്ലൗട്ട് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള കൺസ്ട്രക്ഷനിലാണെങ്കിലോ അല്ലെങ്കിൽ പെർമിഷൻസിലൊക്കെ ആണെങ്കിലോ ഗവൺമെൻറ്റുകൾ തന്നെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച കേസുകൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഈ എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ പ്രാക്ടീസസിൻ്റെയൊക്കെ പ്ലിന്ത് ഏരിയകൾ അങ്ങനത്തെ ഒരു ബേസിക് സംഗതികളുണ്ടല്ലോ, ഒരു റെഗുലേഷൻസ്, മറ്റ് തരത്തിലുള്ള റെഗുലേഷൻസ്, അതെല്ലാം പല സ്ഥലത്തും ലൂസായി. ഇന്ത്യയിൽ പൊതുവേ റെഗുലേറ്ററി റെഗുലേഷൻസ് ഉണ്ടെങ്കിലും കംപ്ലയൻസ് മോശമാണ്. ഇതിൻ്റെ ഒരു ത്രെട്ട് എന്തായിരിക്കും ഇനി നമ്മൾ നേരിടാൻ പോകുന്നത്? ഒരു വശത്ത് നമ്മൾ നേരിടാൻ പോകുന്ന ത്രെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമായിട്ടാണോ നേരിടുന്നത് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതൊരു ഗ്ലോബൽ ഇത് വേണ്ട ഒരു കാര്യമാണ്. ഡേറ്റാ സെൻറ്റേഴ്സ് ഇല്ലാതെ നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ മുന്നോട്ട് പോകാനാകാതെ. ഇത് ഇനീഷ്യലി ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കും. അപ്പോൾ എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ലോക്കൽ പോപ്പുലേഷനെയോ അവിടുത്തെ റിസോഴ്സസിനെയോ ഓവർസ്ട്രെയിൻ ചെയ്യും ഇത്. അപ്പോൾ അതാണ് ഒരു ത്രെറ്റ്. ഇപ്പം വൈശാഖിലാണെങ്കിൽ ഈ സംഗതി വന്നു കഴിയുമ്പം ആ ഏരിയയിലുള്ള വെള്ളം മേ ബി അണ്ടർഗ്രൗണ്ടിൽ നിന്നായിരിക്കും അവർ ഇത് ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോലെ പുഴയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴെ മറ്റ് ചുറ്റുവട്ടത്തുനിന്നുള്ള കൃഷി പോലുള്ള സാധനങ്ങൾ അതിന് എന്തുമാത്രം എക്സ്റ്റെൻഡ് ഉണ്ടെന്ന് നമുക്ക് പഠിക്കാതെ പറയാനാകില്ല. പക്ഷേ അതിലേക്കൊക്കെ ആയിരിക്കും അത് മൂവ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ പവർ കോള്, മറ്റേ അങ്ങനെ ഫ്യൂവൽ ബേസ്ഡ് പവറിൻ്റെ കൺസെപ്ഷൻ. അത് പക്ഷെ പ്രോബബ്ലി ദേ വിൽ ഇൻ അനദർ 10-20 years വി വിൽ ഓവർകം ദാറ്റ്. സോളാറിലേക്കോ അല്ലെങ്കിൽ മറ്റേ ന്യൂക്ലിയറിലേക്കോ മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു ഫുൾ ത്രെറ്റ് എന്ന് പറയാനാകില്ല. ഇതൊരു എസെൻഷ്യൽ ഈവിളായിട്ടാണ് ഡേറ്റാ സെൻറ്ററുകൾ വരാൻ പോകുന്നത്. അപ്പോൾ അത് എവിടെയൊക്കെ വേണം എന്നുള്ളത് ഗവൺമെൻറ്റിന് ഒരു പോളിസിയാണ് വേണ്ടത്. ഇത് ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ വെക്കണം, ഈ സാധനത്തിനെക്കുറിച്ച് ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പോളിസി തീരുമാനം ഗവൺമെൻറ് എടുക്കണം. ഇപ്പോൾ കമ്പ്യൂട്ടറുകളൊക്കെ വന്നു. കമ്പ്യൂട്ടർ അനുബന്ധ വേസ്റ്റുകൾ ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ നമ്മുടെ പോർട്ടുകൾ വഴി വന്നു എന്ന് ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു വശത്തു കൂടി വേറൊരു തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നം രൂപപ്പെടുകയാണ്. ഇതിലും ഈ ഡേറ്റാ സെൻറ്ററുകൾക്കും വേസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ കേട്ടോ. കാരണം ഈ ടെക്നോളജി ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ഒരു 3 to 4 years കഴിയുമ്പം യു നീഡ് ടു മൂവ് ഇറ്റ്. എഫിഷ്യൻ്റായിട്ട് പവർ സിസ്റ്റംസ് കുറഞ്ഞത് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി കൂടി, ഇതൊക്കെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 5 years ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൻ്റെ ഒരു ലൈഫ്. അപ്പോൾ ദെൻ ദിസ് വിൽ കം ടു വേസ്റ്റ്. അപ്പോൾ ആ വേസ്റ്റ് സാധനങ്ങളിലേക്ക് വരാൻ ഇതുകൊണ്ട് ആ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്നതും ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു സംഗതിയാണ്. പലപ്പോഴും വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെഗുലേഷൻസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് അതിനകത്തുള്ള ഗോൾഡ്, അങ്ങനത്തെ പ്രഷ്യസ് മെറ്റൽസ് ഒക്കെ ആൾക്കാർ വളരെ അൺസേഫായ സാധനത്തിന് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണേണ്ട ഒരു കാര്യമാണ്. വെച്ചാൽ അത് എക്സാക്ട്ലി ഡേറ്റാ സെൻറ്റർ വന്നുകൊണ്ട് വേസ്റ്റ് കൂടുന്നില്ല. ബട്ട് ദിസ് ഈസ് ഡെഫിനറ്റ്ലി എനി കൈൻഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം വിൽ ബി ഒബ്സൊലീറ്റ് ബൈ 5 to 6 years. അപ്പോൾ അത് വേസ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. വേർ ഇറ്റ് വിൽ ഗോ എന്നുള്ളത് ദാറ്റ് ഓൾസോ ഗവൺമെൻറ് ഹാസ് ടു തിങ്ക് ഓഫ് ഒരു ലോങ് റണ്ണിൽ. ഒരു വശത്ത് ഇതൊരു വലിയ ടെക്നോളജി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് രാജ്യത്ത്. ഇപ്പോൾ വിശാഖിലേക്ക് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. വി നീഡ് എ പോളിസി ഓൺ ദിസ്. ഇതുപോലത്തെ സാധനങ്ങൾ വേണം എങ്കിലേ നമുക്ക് നമ്മുടെ എല്ലാ സർവീസുകളും നേരെയാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് റെയിൽവേ ബുക്കിംഗ് നേരെയാക്കുക, അങ്ങനത്തെ എല്ലാ സാധനത്തിനും യു നീഡ് ഡേറ്റാ സെൻറ്റേഴ്സ്. പക്ഷേ അത് നമ്മൾ എന്തുമാത്രം സൈസിൽ നമ്മളതിനെ ടോളറേറ്റ് ചെയ്യണം.
ഇപ്പം നമ്മുടെ ഇവിടെ വലിയൊരു ഡേറ്റാ സെൻറ്റർ ഉപയോഗിച്ചിട്ട് വെസ്റ്റിനെ കാറ്റർ ചെയ്യാനാണോ പോകേണ്ടത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ 150 കോടി ജനം, 130 കോടി മറ്റോ ജനമുള്ള വലിയൊരു ജനതയാണ്. നമ്മളുടെ എക്സ്പെൻസിൽ 30 കോടിയോ 40 കോടിയോ ഉള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് ചെയ്യണോ എന്നുള്ളതാണ് അതിനകത്ത് ക്വസ്റ്റ്യൻ. അല്ലാതെ ഈ ഡേറ്റാ സെൻറ്റർ വേണ്ട എന്നല്ല പറയേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു പോളിസിയാണ് ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വി നീഡ് ഡേറ്റാ സെൻറ്റേഴ്സ്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സർവീസുകൾ നടത്താൻ വേണം. ബാക്കിയുള്ള സ്ഥലത്തേക്ക് എന്തുമാത്രം എക്സ്പെൻസിലാണ് ഇത് ചെയ്യേണ്ടത്? അവർ നമ്മുടെ ഇവിടുത്തെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടാണോ യൂറോപ്പിലെ സാധനങ്ങൾ നന്നാക്കേണ്ടത്? നമ്മളെ പവർ യൂട്ടിലിറ്റീനെ ഇത് ചെയ്തുകൊണ്ടാണോ അവർക്ക് 24/7 പവർ കൊടുക്കേണ്ടത് എന്ന് അതിലാണ് ഇതിനകത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഗവൺമെൻറ് നമുക്ക് എന്തുമാത്രം വേണം, നമ്മുടെ ബിസിനസ്സൊക്കെ എന്തുമാത്രം വേണം എന്ന് അത് ചെയ്യണം. ഇത് ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഇൻ്റർനെറ്റ് ബൗണ്ടറിയും തമ്മിലും മാച്ച് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് യു ക്യാൻ റൺ എ സർവീസ് ഹിയർ ആൻഡ് സെർവ് കസ്റ്റമേഴ്സ് ഇൻ US. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് കൃത്യമായ റെഗുലേഷൻസ് വേണം, കംപ്ലൈൻസ് വേണം. റെഗുലേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കാര്യമില്ല. വി നീഡ് കംപ്ലൈൻസ്. അത് എങ്ങനെയാണ് ഇവരെ കൊണ്ട് അനുസരിപ്പിക്കുന്നത് എന്നുള്ളത്. ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലൊക്കെ ഇവർ കംപ്ലൈൻസ് കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഓൾറെഡി ഇന്ത്യൻ ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ യു നീഡ് സംതിങ്. ഇതുപോലെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, ഒരു ഫാക്ടറി ആയാലും ഇതുപോലുള്ള ഒരു സംവിധാനമായാലും വരുമ്പോൾ അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വെച്ച് പ്രതിഷേധം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് പറഞ്ഞ് ഇത്രയധികം എംപ്ലോയ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോക്കലി എംപ്ലോയ്മെന്റ് കിട്ടുന്നു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് എതിർപ്പുകളെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റാ സെന്ററിന്റെ കാര്യത്തിൽ എന്തായിരിക്കും? ഈ ഡേറ്റാ സെന്ററിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഫേസിൽ വലിയ തോതിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും. കാരണം യൂണിറ്റ് കൺസ്ട്രക്ഷൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നിങ്ങൾ റോബോട്ടിക് കൺസ്ട്രക്ഷൻ ഒന്നുമല്ല, എല്ലാം മനുഷ്യർ തന്നെ നിന്നിട്ട് വലിയ കൺസ്ട്രക്ഷൻ. അപ്പോൾ ആദ്യത്തെ ഒരു 3 to 4 years ഹ്യൂജ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയിൽ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ വേണ്ടത്, എസ്പെഷ്യലി ലോവർ റങ്ങിലുള്ള മനുഷ്യർ മാനുവൽ ലേബർ ചെയ്യുന്നതിന് വലിയൊരു ഇതുണ്ടാവും. അതിനോടനുബന്ധിച്ച കമ്പനികളും കൺസ്ട്രക്ഷൻ സാധനങ്ങളും എല്ലാം ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഇത് മുഴുവൻ ഓട്ടോമേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഈ ഡേറ്റാ സെൻറ്ററിലെ ഒരു ഹാർഡ് ഡിസ്ക് പോയാൽ ഇത് നിങ്ങൾ പോയി എടുക്കുകയല്ല ചെയ്യുന്നത്. ദർ ഇസ് എൻ ഓട്ടോമാറ്റിക് സിസ്റ്റം ദാറ്റ് വിൽ ഐഡൻറ്റിഫൈ ഇറ്റ്, ഗോ ദെയർ, ദി റോബോട്ടിക് ആം വിൽ ഗോ ദെയർ, പിക്ക് ഇറ്റ് ആൻഡ് പ്ലഗ് ഇറ്റ് ബാക്ക്. അങ്ങനെ സിസ്റ്റം പ്രോബ്ലി ഡേറ്റാ സെൻറ്റർ വിൽ ബി ഒരു 10-50 പേരെ കൊണ്ടായിരിക്കും മാനേജ് ചെയ്യുക. യു ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള 3-4 ആളുകൾ മാനേജീരിയലുണ്ടോ, കുറച്ച് സെക്യൂരിറ്റി പോലുള്ള സ്റ്റാഫ് ഉണ്ടോ. അതിനപ്പുറത്തോട്ട് നമുക്ക് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ഉണ്ടാകുന്ന വിധത്തിലുള്ള മാസീവ് എംപ്ലോയ്മെൻറ്റ് ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കില്ല. പക്ഷേ ഡേറ്റാ സെൻറ്ററിൽ തന്നെ ഉപയോഗിച്ചുള്ള മറ്റ് അനുബന്ധ വ്യവസായങ്ങൾ, ഇപ്പോൾ IT സർവീസുകൾ, അതൊക്കെ വേറെ സ്ഥലങ്ങളിൽ വന്നിരിക്കും. അത് ഇന്ത്യയിൽ തന്നെ വരാനായിട്ട് ആണ് ഗവൺമെൻറ് പോളിസി തരുന്നത്. നമുക്ക് എന്തുമാത്രം വേണം, നമ്മളുടെ ഇവിടെ അനുസരിച്ചാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വലിയൊരു ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കി, അപ്പോൾ ഒരു 10,000 ഏക്കറിലെ ഡേറ്റാ സെൻറ്റർ ഇവിടെ നടക്കാമെന്നിരിക്കട്ടെ. ഇതുകൊണ്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ചിലപ്പോൾ നമ്മുടെ കാലിഫോർണിയയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ പ്രാഗിലോ മറ്റോ ആണ് നടക്കുന്നതെങ്കിൽ നമുക്കെന്താണ് പ്രയോജനം? അല്ലേ? അപ്പോൾ അത് ഗവൺമെൻറ് പോളിസി ഉണ്ടാക്കണം. പോളിസി വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് എത്രമാത്രം ഇപ്പോഴത്തെ ഒരു നിലവിലനുസരിച്ച് ഇന്ത്യയിൽ വരുന്ന ഡേറ്റാ സെൻറ്ററുകൾ വെച്ചിട്ട് ഇന്ത്യയിലെ എംപ്ലോയ്മെൻറ്റ് എത്രമാത്രം മാറ്റം വരുത്താൻ പറ്റും? അങ്ങനെ ഒരു പോളിസി ഇന്ത്യയിലെ എംപ്ലോയ്മെൻറ്റുകൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പല കമ്പനികളും അവരുടെ ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി GCCs ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് പലതും. ചീപ്പ് ലേബർ കാരണം ഈ ഹൈടെക് ജോബുകളും ഇപ്പോൾ പലരും മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. ഇപ്പോൾ ഡിസൈൻ സെൻറ്ററുകൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഈ പല ജർമ്മൻ ഓട്ടോമൊബൈലിൻ്റെയൊക്കെ ഈ ബാക്ക് ആൻഡ് ഡിസൈൻസ് ഇവിടുത്തെ കമ്പനികളാണ് പലതും ചെയ്യുന്നത്, എസ്പെഷ്യലി ഓട്ടോ ഇലക്ട്രോണിക്സ് അങ്ങനത്തെ സാധനങ്ങളെ. അപ്പോൾ അങ്ങനത്തെ ജോബൊക്കെ എല്ലാം വി നീഡ് ഡേറ്റാ സെൻറ്റേഴ്സ്. അപ്പോൾ ഡേറ്റാ സെൻറ്റർ ഈസ് ആൻ എസെൻഷ്യൽ ഈവിൾ. പക്ഷേ അത് ഗവൺമെൻറ് വേണ്ടത് നമ്മുടെ അടുത്ത വർഷത്തെ IT-യുടെ ഒരു ഗ്രോത്ത് പ്രൊജക്ഷൻ എന്തുമാത്രമുണ്ട്, അതിനെന്തുമാത്രമുണ്ട് ഒരു ഉണ്ടല്ലോ, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡേറ്റാ സെൻറ്ററുകളാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ലോകത്തുള്ള എല്ലാ ഡേറ്റാ സെൻറ്ററുകളും നമ്മളെ ഏറ്റേക്കാമെന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. ബദൽ ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? അതായത് ഇപ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ഭൂഗർഭജലം എന്ന് പറയുന്നത് ഇത്രയധികം മാസീവായി ഉപയോഗിക്കുമ്പോൾ ആ മേഖല തന്നെ ഇതാവും. അതെ, വരണ്ട. ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കാതിൽ നല്ല എക്സ്പെൻസീവ് പ്രോസസ്. ഇറ്റ്സ് നോട്ട് ഇൻ ഈസി തിങ്. രണ്ട്, ഇപ്പോൾ ഇതിനെ ഈ പല സാധനം കൂളിംഗ് സാധനങ്ങളിലൊക്കെ കുറച്ച് നല്ല
ഇത് വേണം. വെള്ളത്തിൻ്റെ പ്യൂരിറ്റിക്കൊക്കെ പലപ്പോഴും അതിൻ്റെ സിസ്റ്റംസ് കേടാകാതിരിക്കാനും ഒക്കെയുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് അത് എന്തുമാത്രം വയബിളാണ് എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. ഈ ജലസ്രോതസ്സുകൾ വൈശാഖ് ശരിക്കും ഒരു വൺസ് ഇൻ എ ഇയർ മറ്റോ വെള്ളം വരുന്ന സ്ഥലമാണ് അല്ലേ. എസ്പെഷ്യലി നമ്മുടെ തുലാവർഷത്തിനോടനുബന്ധിച്ചിട്ട് ആണ് അവർക്ക് മൺസൂൺ ഒരു വലിയ സെറ്റ് വരുന്നത്. മറ്റേ ചുഴലിക്കാറ്റൊക്കെ വന്ന് അവരുടെ പാടങ്ങളും പാടശേഖരങ്ങളിലും ഒക്കെ വെള്ളം നിറഞ്ഞിട്ട് പിന്നെ അവരത് റീയൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അത് ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ട് അതിനെ ഞാൻ തോന്നുന്നുണ്ട്. എന്തുമാത്രമാണ് ഈ താനയിലൊക്കെ പക്ഷേ ചെറിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. താനയിൽ പ്രൊട്ടസ്റ്റ് അല്ല അത് പക്ഷേ എനിവേ ഇത് സിറ്റിയിൽ സ്യൂട്ടബിളായ ഒരു സാധനമാണെന്ന് തോന്നുന്നില്ല. കാരണം സിറ്റീനെ എഫക്റ്റ് ചെയ്യും. സിറ്റിയുടെ ഇപ്പോൾ വാട്ടർ റിസോഴ്സസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ആണെങ്കിൽ യൂട്ടിലിറ്റീസ് ആണെങ്കിൽ അത് സിറ്റിക്ക് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഡെഫിനറ്റ് ആയിട്ടും അത് സിറ്റിയിലെ സാധനങ്ങളുടെ പുറത്തായിരിക്കും അതിൻ്റെ ബർഡൻ വരുന്നത് അല്ലേ. അതെ. അപ്പോൾ അത് ഇപ്പോൾ ട്രിവാൻഡ്രത്തിനോട് ചേർന്ന് ഒരു വലിയ സ്രോതസ് വലുതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തെ വാട്ടർ സപ്ലൈ സ്കീമിനായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുക. ഡേറ്റ സെൻറ്റേഴ്സ് ആർ എ നെസസറി ഈവിൾ, ബട്ട് ആ ഈവിളിനെ എന്തുമാത്രം നമ്മൾ എൻ്റർടൈൻ ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിനെ പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകാനാവില്ല. നമ്മളുടെ രാജ്യത്തിന് വേണ്ട ആ കപ്പാസിറ്റി എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായത്. വലിയ ഒരു വിപത്താണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്, എഐയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അത് ഈ എഐയുടെ സൈഡ് എഫക്റ്റാണ് ഇത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഹ്യൂജ് ഡേറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എഐ വലിയ തോതിൽ സബ്സിഡൈസ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. എഐയുടെ കോസ്റ്റും ഇതിനനുസരിച്ച് ഡെഫിനറ്റ് ആയിട്ടും അടുത്ത റൗണ്ട് കോസ്റ്റ് കൂടും. നൗ വി ആർ ഗെറ്റിംഗ് ChatGPT Gemini ഫോർ ഫ്രീ കൈൻഡ് ഓഫ് തിങ്. പക്ഷേ അത് നിങ്ങൾ ഓരോ ക്വറി അതിലേക്ക് ചെയ്യുമ്പോഴും എവിടെയോ ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതെ. ആ കമ്പ്യൂട്ടറുകൾ പവർ ഉപയോഗിക്കുന്നുണ്ട്, ആ കമ്പ്യൂട്ടറിനെ ചൂടുണ്ടാക്കുന്നുണ്ട്, അതിനെ തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത് ഫ്രീ അല്ല. ഈ പവർ ഫ്രീ അല്ല, കമ്പ്യൂട്ടർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, വെള്ളം, അങ്ങനത്തെ ആ സാധനങ്ങളുണ്ടല്ലോ. നൗ ഇറ്റ് ഈസ് ദേ ആർ ഗിവിങ് എ സബ്സിഡൈസ്ഡ് റേറ്റ്. പക്ഷേ അറ്റ് സം പോയിന്റ് ദേ നീഡ് ടു ഗെറ്റ് റിട്ടേൺസ്. ഇപ്പം അവർ നോക്കുന്നത് വലിയ ഈ സ്കെയിലിൻ്റെ എക്കണോമിയാണ് അവർ നോക്കുന്നത്. വലിയ തോതിൽ നിങ്ങൾ ഫ്രീ ആക്കിയിട്ട് എല്ലാവരുടെ അടുത്ത് നിന്നും ചെറിയ തോതിൽ എഐക്ക് ഫീസ് വാങ്ങിയാൽ ബിഗ് മണി. അപ്പോൾ അതിനുള്ള ഗെയിമിനാണ് ഇവർ വലിയ ഡേറ്റാ സെൻറ്ററുകൾ, വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഫ്യൂച്ചറിലെ ഒരു വിപത്താണ്. ഈ ഒരു വിപത്തെന്ന് പറയാനാവുക എന്നുള്ളതാണ് എനിക്ക് സ്റ്റിൽ സംശയം. കാരണം അത് ഒരു നെസസറി ഈവിളാണ്. പക്ഷേ അപ്പോൾ അതിന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. എന്തുമാത്രം നമുക്ക് വേണം, എവിടെയാണ് നമ്മൾ ഇതിനൊരു സ്റ്റോപ്പ് ഇടേണ്ടത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സോവറിനിറ്റിയെ ബാധിക്കും. നമ്മൾ മറ്റുള്ളവരെ കാറ്റർ ചെയ്യണോ എന്നുള്ളതാണ് വേറെ ക്വസ്റ്റ്യൻ. അത് ഞാൻ നേരത്തെ അത് പറഞ്ഞത്, മറ്റുള്ളവരെ കാറ്റർ ചെയ്യാനായിട്ട് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസും ഉപയോഗിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതൊരു ഭയങ്കര ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സം പോളിസി മേക്കേഴ്സ്, പക്ഷേ ഇനി രാജ്യം നേരിടാൻ പോകുന്ന ഒരു വലിയൊരു ഇഷ്യൂ കൂടെ ആയിരിക്കും ഇത്. പ്രക്ഷോഭങ്ങൾ വരുമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു നേച്ചർ വെച്ചിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പോലുള്ള ഒരു കാർഷിക മേഖല അല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഗ്രാജുവൽ ആയിരിക്കും. ഇപ്പം നമുക്ക് നാളെ രാവിലെ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജനം വയലൻ്റ് ആവും. പക്ഷേ ഇത് ഒരു 3 വർഷം 5 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേക്കുമാണ് നിങ്ങൾക്ക് ഇത് വരുന്നതെങ്കിൽ പ്രോബ്ലി ഇറ്റ്സ് എ ഗ്രാജുവൽ തിങ്. അതെ. അപ്പം അതുകൊണ്ട് വലിയ ഒരു കാര്യം കൂടെ അതായിരിക്കും കേട്ടോ. ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ റെഗുലേറ്ററി കംപ്ലയിൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഗവൺമെൻറ്റുകൾ വളരെ ലാക്സിറ്റിയോട് കാണുന്നത്. മനുഷ്യർക്ക് ഇടയിൽ അവയർനെസ് കുറവായതുകൊണ്ട് അവർ ഇത് ഗ്രാജുവലി ദേ ക്യാൻ കണ്ടെയ്ൻ. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഇങ്ങനത്തെ MNCകളുടെ പല സ്ഥലത്തുള്ള സമരങ്ങൾ കണ്ടിട്ടില്ലേ? പല സ്ഥലത്തും അത് ഗ്രാജുവലി ഇറ്റ് വിൽ ഡൈ ഔട്ട്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, ആമസോൺ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരു മാസീവ് നാച്ചുറൽ ഗ്യാസ് പവർ പ്ലാന്റ് ഇൻ ടെക്സാസ്. അതിൻ്റെ റീസൺ ഇതാണ്, ദേ നീഡ് പവർ ഫോർ റണ്ണിങ് ദെയർ ഡേറ്റ സെൻറ്റേഴ്സ്. അത് നാച്ചുറലാണ്. അതെ. ഇതുപോലെ അപ്പോൾ അവരുടെ റിസോഴ്സസിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് എത്തുമ്പോഴാണ് സിൻസ് ദേ ഹാവ് മണി ദേ വിൽ ബി ഇൻവെസ്റ്റിംഗ് ഇൻ തേർഡ് വേൾഡ്. അതെ അതെ. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഈ ഡേറ്റാ സെൻറ്ററുകളിൽ ഇപ്പോൾ വരുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്ന് താനെ മഹാരാഷ്ട്ര ആമസോണിൻ്റെയാണ്. അതിൽ 420 മെഗാവാട്ട് പവറാണ്
ആവശ്യമുള്ളത്. അതെ അതെ. അത് വെച്ചാൽ ഇടുക്കിക്ക് പദ്ധതിക്ക് എനിക്ക് തോന്നുന്നത് 160 മറ്റോ ആണോ അല്ലേ? ഐ എം നോട്ട് ഷുവർ അബൌട്ട്. അതെ. പിന്നെ വിശാഖപട്ടണത്ത് വരുന്നത് ഗൂഗിൾ അദാനി. അത് ത്രെട്ടൻസ് എ സിറ്റി ഓൾറെഡി ഡീലിംഗ് വിത്ത് 70 മില്യൺ ലിറ്റർ ഡേ വാട്ടർ. 70 മില്യൺ ലിറ്റർ വെള്ളം വേണം. ഏത് വിശാഖിന് വേണ്ടത്? വിശാഖിന് വേണ്ടത് 70 മില്യൺ. സോ ദാറ്റ് മീൻസ് നാച്ചുറലി യു നീഡ് ടു ഷെയർ ഇറ്റ് വിത്ത് പീപ്പിൾ ആൻഡ് ദ ഡേറ്റ സെൻറ്റർ. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ജനവാസം കുറഞ്ഞ സ്ഥലങ്ങളിൽ വെള്ളവും സാധനങ്ങളും. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടാവില്ല കാര്യം. നമ്മളൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ കാണുന്ന ആ ഒരു പ്രതിരോധം ഇത്തരം കാര്യങ്ങളിൽ, അതായത് നാച്ചുറൽ റിസോഴ്സസ് ഈ എയുടെ ഭാഗമായി നഷ്ടപ്പെടുമ്പോൾ ഉള്ള പ്രതിഷേധങ്ങൾ പലയിടത്തും വരുന്നു. അത് ഇന്ത്യയിലും പ്രതീക്ഷിക്കാം നമുക്ക്. ഇന്ത്യയിൽ ഇങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇന്ത്യയിലെ ജനത ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവെയറല്ല. പലതും ഡോണ്ട് കെയർ ആണ് പലപ്പോഴും. നമ്മുടെ ഇതിനു മുമ്പുള്ള പല സംഗതികളും നമ്മൾ കണ്ടിട്ടില്ലേ. പക്ഷെ വെള്ളം കിട്ടാതെ വരുമ്പോഴേ നമ്മൾ പ്രതികരിക്കുള്ളൂ. നമ്മൾ വി ഡോണ്ട് ഫോർസീ ഇറ്റ്. പല ടോക്സിക് ഇൻഡസ്ട്രീസും കണ്ടിട്ടില്ലേ, മറ്റേ ടാനറീസ്, അങ്ങനെ സാധനങ്ങൾ നമ്മൾ വളരെ കൂളായിട്ട് ഗംഗയിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നില്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ യമുന നദി പൊല്യൂട്ട് ചെയ്തിരുന്നില്ലേ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിനെ കാണുള്ളൂ. അപ്പോൾ അതൊരു നമ്മളുടെ ഒരു കൾച്ചറൽ പ്രശ്നം കൂടെ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മളതിനെ ഫ്യൂച്ചർ പക്ഷേ അതുകൊണ്ടായിരിക്കും ഇത്തരം സ്ഥലങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതിന് നല്ല ചാൻസ് ഉണ്ട്. കാരണം അത് നമുക്കറിയാം, കൾച്ചറലി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഫോർസീ ചെയ്യുന്ന ആൾക്കാരെല്ലാം തോന്നിയിട്ടുണ്ട് എനിക്ക്. ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള നമുക്ക് ശേഷം ഇനിയുള്ള വരുന്നവരും ഇവിടെ താമസിക്കേണ്ടതാണെന്നും ഇവിടെ ഈ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതാണെന്നും ഉള്ള ഒരു തിങ്കിങ് കൊണ്ട് വേണം ഇങ്ങനത്തെ കാര്യത്തിൽ. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇതറിയുന്നത്, ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പാരിസ്ഥിതിക ചൂഷണം അറിയുന്നത്. ഒരുപക്ഷെ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് അറിയുമായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഓപ്പോസിഷനോ പൊളിറ്റിക്കൽ സംഗതികളോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ത്യയിൽ പ്രത്യേകിച്ചും. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ ഇങ്ങനത്തെ MNCസിനെ സൈഡ് ചെയ്യുന്ന പോലെയാണ് ഇപ്പം എല്ലാം. അതിപ്പോൾ പൊസിഷൻ ആയാലും ഭരണകക്ഷി ആയാലും അവർ പ്രോബബ്ലി ദേ സൈഡ് വിത്ത് ദീസ് ബിഗർ കോർപ്പറേഷൻസ്. അപ്പോൾ അത് ഒരു പോപ്പുലർ സാധനങ്ങളിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ഒരു കുഴപ്പമാണ്. നമ്മൾ ആളുകളെ അവെയർ ആക്കണം. ലിറ്ററസി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയത്. പിന്നെ ഈ ഡിസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇപ്പം ലിറ്ററേറ്റ് അല്ലാത്ത ആളുകൾക്കും അങ്ങനത്തെ സോഷ്യൽ മീഡിയയൊക്കെ വഴി ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മളതിനെ ഒബ്ജക്റ്റീവായിട്ട് തിങ്കിങ് നടത്തുന്നില്ല പലപ്പോഴും. ഇത് നല്ലതാണെന്നുള്ള ഒരു സാധനങ്ങൾ ഇറക്കി വിട്ടാൽ ഇത് നല്ലതാണെന്നുള്ളതൊക്കെ വിശ്വസിക്കും. അത് അങ്ങനെ ഒരു പ്രതിരോധം ഉയർന്നു വന്നേക്കാം. അത് സൈഡോടോ. ഇത് ഒരു ടെക്കി എന്ന നിലയിൽ അത് ഞങ്ങളുടെ ഡൊമൈൻ അല്ല. ഇങ്ങനത്തെ സോഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ സോഷ്യൽ വി ജസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ദീസ് തിങ്സ് ആർ ദെയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് ടേക്കപ്പ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ക്ലാസ്സിൻ്റെയും അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ ചെയ്യുന്ന ആളുകളുടെ പ്ലാനേഴ്സ്, അങ്ങനെയുള്ള ആളുകളാണ് ചെയ്യേണ്ടത്. വി ജസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ദീസ് ആർ ടെക്നോളജീസ്, ദീസ് ആർ ദി ഇഷ്യൂസ്. സോ you should exert caution in adopting this stuff.